കലാരൂപങ്ങളെ, അവയുടെ വേഷങ്ങളെ മനസ്സിലേക്ക് ആവാഹിച്ച് ഒരു കായികാധ്യാപകൻ. ഇത് കെ ഗിരിരാജൻ. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച കായികാധ്യാപകനാണ് ഗിരിരാജൻ. വിവിധ കലാരൂപങ്ങളെ, വേഷങ്ങളെയും ദൈവീകമായ രൂപങ്ങളെയും പകർന്നാടുകയാണ് ഇദ്ദേഹം. ചെറുപ്പത്തിൽ മാതാപിതാക്കളോടൊപ്പം പുന്നംപറമ്പ് പൂരത്തിന് പോകുമ്പോൾ കരിവേല കെട്ടി പോകാറുണ്ട് ഗിരിരാജൻ. ഏകദേശം 30 വർഷത്തിലധികമായി ഇദ്ദേഹം ഇത് തുടങ്ങിയിട്ട്. തുടർന്ന് വേഷങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരുന്നു. 25 വർഷം മുമ്പ് പുന്നാമ്പറമ്പ് ക്ഷേത്രത്തിലേക്കാണ് ആദ്യമായിട്ട് നമ്മൾ ഈ വേലകളുടെ കൊട്ടിൻ്റെ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ തൊട്ടര സുരേഷാണ് എനിക്ക് ആദ്യം വേഷം കെട്ടിത്തന്നത്. 25 വർഷമായിട്ടും വേഷം കെട്ടിത്തരുന്നതും സുരേഷ് തന്നെയാണ്. പിന്നെ നമ്മൾ ഓരോരോ വേഷങ്ങൾ ഇങ്ങനെ കെട്ടുമ്പോൾ നല്ല ഹരങ്ങൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഓരോ വർഷം ഓരോരോ വേഷങ്ങൾ കെട്ടും. അങ്ങനെ ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഓരോരോ ഈ മറ്റേ കഥകളിയുടെ വേഷം കെട്ടിയിട്ടുണ്ട്. പിന്നെ ഓണത്തിന് നമ്മൾ മാവേലിയുടെ വേഷം കെട്ടാറുണ്ട്. പിന്നെ നമ്മുടെ ഒരു നാടൻ രൂപങ്ങളുണ്ട്, ചില വീടുകളിൽ ഈ പാമ്പൻ തുള്ളൽ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഈ കാലൻ്റെ വേഷം കെട്ടിയിട്ട് ചെറുതായിട്ട് കളിക്കാനും പോകാറുണ്ട്. ഇദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയത് സുഹൃത്തായ കഥകളി ചുട്ടി കലാകാരൻ സുരേഷ് തൊട്ടരയാണ്. അതേപോലെ ഹൈലൈറ്റ് ആയത് പറയുകയാണെന്ന് വെച്ചാൽ അർദ്ധനാരീശ്വരൻ, ഈ രാംലല്ല, പിന്നെ മുഖത്ത് എഴുത്തിൽ പല വേരിയേഷനുകൾ കൊണ്ടുവന്നിട്ടുള്ള പല ഭാവത്തിലുള്ള ഭദ്രകാളി സങ്കല്പങ്ങളും ഒരുപാട് ഞങ്ങൾ കെട്ടിയിട്ടുണ്ട്. 1-2 പരസ്യത്തിൽ മാവേലിയായിട്ട് കെട്ടാറുണ്ട്. ബാംഗ്ലൂർ ഓരോ ഓണാഘോഷ പരിപാടിയിലൊക്കെ. അർദ്ധനാരീശ്വരൻ, കാളി, കാലൻ, മഹാബലി, കഥകളിയിലെ ശ്രീകൃഷ്ണൻ, ഭീമൻ, രാംലല്ല, പുഷ്പ സിനിമയിലെ അല്ലു അർജുൻ എന്നിവ ചില വേഷങ്ങൾ മാത്രം. പരിയാനംപറ്റ പൂരം, ഉത്രത്തിൽക്കാവ് ഭരണി, പാലക്കാട് വടക്കന്ത്ര പൂരം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്ക് വേഷങ്ങൾ കെട്ടാറുണ്ട് ഗിരിരാജൻ. അതിങ്ങനെ കാലം മാറുന്നതിനനുസരിച്ച് ഞാൻ വേറെ രീതിയിൽ വേഷം കെട്ടാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഒരു മറ്റേ കാലൻ, അതേപോലെ ശിവ പാർവതി, പിന്നെ ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടി, അതുപോലെ ശിവൻ്റെ വേഷം കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഇതിങ്ങനെ കെട്ടിത്തുടങ്ങി കഴിഞ്ഞപ്പോൾ കുറേ ഓഫറുകളും പുറമേ നിന്നും വേഷങ്ങൾ കെട്ടാൻ വേണ്ടിയിട്ട് വിളിക്കാറുണ്ട്. ഈയിടെയായിട്ട് ഉത്രത്തിക്കാവിലെ പൂരത്തിന് ഒരു കാളി വേഷം കിട്ടി. പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ കാണുമ്പോൾ ആ വേഷത്തിലേക്ക് ഒരു പരകായ പ്രവേശം ചെയ്യുകയാണോ എന്ന് സംശയിച്ചു പോകാറുണ്ടെന്ന് സുഹൃത്തും ഇദ്ദേഹത്തെ ഒരുക്കുന്ന ചുട്ടി കലാകാരനുമായ സുരേഷ് തോട്ടര പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ പകർന്നാട്ടത്തിന് പരിപൂർണ പിന്തുണയുമായി അധ്യാപികയായ ഭാര്യയും വിദ്യാർത്ഥികളായ മക്കളും ഒപ്പമുണ്ട്. ഇനിയും വേഷങ്ങളിൽ വ്യത്യസ്തത പുലർത്തി ഈ രംഗത്ത് തുടരാൻ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ തീരുമാനം. ഈ തരത്തിൽ എനിക്ക് വേഷം കെട്ടാൻ വേണ്ടിയിട്ട് നല്ല സപ്പോർട്ട് സുഹൃത്തുക്കളുടെ ഇരുന്നും ഫാമിലിയുടെ ഇരുന്നും കിട്ടുന്നുണ്ട്. കൂടാതെ ഈയിടെയായിട്ട് ശ്രീകൃഷ്ണപുരത്ത് കഥകളി ഒരു ക്ലബ്ബുണ്ട്. ആ കഥകളി ക്ലബ്ബിലും വേഷം കെട്ടാനുള്ള അവസരങ്ങൾ 2, 3, 4 തവണ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വർഷവും കഥകളിയുടെ ഒരു വേഷം കിട്ടുന്നുണ്ട്.